ആശ്രിതരായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ, പ്രത്യേകാൽ ഡ്യൂ ഓഫ് ഹെർമോൺ മിനിസ്ട്രിയുടെ അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ MJ എബ്രഹാം അവർകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തദാസിമാരും, അതുപോലെ എന്നെ ശ്രദ്ധിക്കുന്നതായ ശ്രേഷ്ഠരായ ദൈവഭൃത്യന്മാർ, പലരുടെയും മുഖങ്ങൾ എനിക്ക് പരിചയമുണ്ട്. പ്രത്യേകാൽ പത്തനാപുരത്ത് നിന്നും ജോയിൻ ചെയ്യുന്നതായ പ്രിയ ടിറ്റി സാറിനെ കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അനേക പ്രിയപ്പെട്ടവർ ലൈനിലുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പലരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു മിനിസ്ട്രിയെക്കുറിച്ച് കേൾക്കുവാനും ഇങ്ങനെ തുടർച്ചയായി പ്രാർത്ഥിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനും ഇടയായി തീർന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു വർത്തമാനമാണ്. കർത്താവിൻ്റെ ദാസൻ എബ്രഹാം മറ്റത്തിൽ, അല്ലെങ്കിൽ പാസ്റ്റർ MJ എബ്രഹാം സണ്ണിച്ചാൻ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിചയപ്പെട്ട നാൾ മുതൽ അദ്ദേഹത്തിൽ കണ്ടതായ സുവിശേഷത്തോടുള്ളതായ ഒരു താല്പര്യം, അദ്ദേഹത്തിന് ലഭ്യമാകുന്ന മീഡിയകളിൽ കൂടെ ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാനുള്ള ആഗ്രഹം, ആവേശം, ആ ദൈവവചനത്തെ കൃത്യമായി പഠിപ്പിക്കുവാനുള്ളതായ ദൈവം നൽകിയിരിക്കുന്നതായ കൃപയും കഴിവും, അവയെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിസ്സാരമായ ഒരു കാര്യമല്ല ഇത്രയും പേരെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒരുമിച്ച് ചേർക്കുക എന്നുള്ള ഈ ഒരു ദൗത്യം. അത് വളരെ ഭംഗിയായി കർത്താവിൻ്റെ ദാസൻ അത് ചെയ്യുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസൻ നേതൃത്വം കൊടുക്കുന്നതായ എല്ലാ മിനിസ്ട്രികളെയും പ്രവർത്തനങ്ങളെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതിന് ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളുടെ സഭയായി ഞങ്ങളുടെ വർഷത്തിൻ്റെ ആരംഭത്തിലുള്ളതായ പ്രാർത്ഥനയുടെ ഉപവാസത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ അതിനുശേഷമായിട്ട് വീണ്ടും വിവിധമാകുന്ന ശുശ്രൂഷകൾ ഈ വർഷക്കാലം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുകയും ചെയ്യുന്നതായ ഒരു സമയം കൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായും എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയതായ ചില വചനങ്ങൾ, ചില ആലോചനകൾ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന് ഒരു വലിയ വിലയേറിയ ഒരു എന്താ പറയുക, അഭിനന്ദനാർഹമായ പ്രശംസനീയമായ കുറേ വാക്കുകളാണ് എന്നെക്കുറിച്ച് പറഞ്ഞത്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തുറന്നു അനുഗ്രഹിക്കട്ടെ. ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ളതായ നല്ല വാക്കുകൾക്കൊന്നും ഞാൻ യോഗ്യനല്ല. പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, അത് മാത്രമേ പറയുവാൻ തക്കവണ്ണമുള്ളൂ. എങ്കിലും ശുശ്രൂഷയിലെ പലയിടങ്ങളിൽ ഒരുമിച്ച് സഹകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുമ്പിലുള്ളതായ ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ട സമയമാണ്. അന്നേരം അതുകൊണ്ട് ഞാൻ അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ മുഖവരയിൽ നിൽക്കുന്നില്ല. തുടർന്നും ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. വചനം ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, ആരെങ്കിലും രോഗികളായോ മറ്റ് ശാരീരിക ക്ലേശങ്ങളിലോ മാനസിക പ്രയാസങ്ങളിലോ ഏതെങ്കിലും നിലകളിൽ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് കർത്താവ് ബലപ്പെടുത്തട്ടെ, സൗഖ്യം നൽകട്ടെ, ആശ്വാസം നൽകട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അല്ലെങ്കിൽ ഈ പുതിയ വർഷം നമ്മൾ പല ആഗ്രഹവും തീരുമാനവുമല്ല നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാം, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സഭയായി ഞങ്ങളെടുത്തതായ തീം ഞാനോ കുറയണം, ക്രിസ്തുവോ വളരണം, അവനോ വളരണം എന്നുള്ളതായ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിലെ വാക്യമായിരുന്നു. എന്നാൽ ഈ വർഷം ഞങ്ങൾ എടുത്തതായ ഭാഗം ആക്ച്വലി കുറച്ചുകൂടെ അടുത്ത പടിയിലേക്ക് വന്ന് ക്രിസ്തു എന്ന തലയോളം വളരണം എന്നുള്ള ലേഖനത്തിൻ്റെ വാക്യമാണ് ഞങ്ങൾ എടുക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ക്രിസ്തുവിൽ എങ്ങനെയാണ് വളരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ എന്ന തലയോളം എങ്ങനെയാണ് വളരുന്നത്, അതിനെന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നതായ കാര്യങ്ങൾ, അതായത് ആ നിലകളിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും എനിക്കറിയാം, പ്രാർത്ഥനയെക്കുറിച്ച് വളരെ ഭംഗിയായി നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം ഭാഗങ്ങൾ കൂടെ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ മറ്റൊരു മെസ്സേജ് കൂടെ പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നമ്മളിൽ വെച്ചിരിക്കുന്ന ചില സിസ്റ്റമുണ്ട്.
ആ ദൈവം വെച്ചിരിക്കുന്ന ആ ദൈവീക സിസ്റ്റം അതിൻ്റെതായ ഫുൾ ഫങ്ഷനിൽ അത് വർക്ക് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. അന്നേരം അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾ. അന്നേരം അതുമായി ബന്ധപ്പെട്ടുള്ളതായ ഭാഗങ്ങളാണ് ഞാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് യെഹെസ്കേലിൻ്റെ പ്രവചനത്തിൻ്റെ പുസ്തകം നമുക്ക് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 19-ഉം 20-ഉം വാക്യം. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ചാചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. നമുക്കറിയാം, പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിലെ ഒരു വലിയ പ്രവാചകന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ലിസ്റ്റിൽപ്പെട്ട ആളാണ് യെഹെസ്കേൽ പ്രവാചകൻ. യെശയ്യാവ്, യിരെമ്യാവ്, ആ, ആ, യെഹെസ്കേൽ, അതുപോലെ തന്നെ ദാനിയേൽ തുടങ്ങിയതായ പ്രവാചകന്മാരെ ആ ഗണത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. ബാക്കിയുള്ളതായ 8ഓളം പ്രവാചകന്മാർ, അവരെക്കുറിച്ച് നമുക്കറിയാം. അവർ 8-ാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ പ്രവാസത്തിന് മുൻപും പ്രവാസ കാലത്തും പ്രവാസത്തിന് ശേഷവും പ്രവചിച്ചതായ പ്രവാചകന്മാരാണെന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. യെഹെസ്കേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം പ്രവാസത്തിന് മുൻപും അതുപോലെ തന്നെ പ്രവാസ കാലത്തും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അനേകം കാര്യങ്ങൾ കാണാൻ ഇടയായിത്തീരും. ഇവിടെ ദൈവം ചില കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തോടെ വായിക്കുന്ന സമയത്ത് ഇസ്രായേൽ മക്കളെ മടക്കി പ്രവാസത്തിൽ മടക്കി ഇസ്രായേലിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും എന്നുള്ള വാഗ്ദത്തമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ യിരെമ്യാവ് പറയുന്നുണ്ട്. യിരെമ്യാവ് പറഞ്ഞതായിരിക്കുന്ന ആ വചനം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം കോമണായി പരിചയമുള്ളൊരു വാക്യമാണ്. 11-ാം വാക്യം. ഞാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ളതായ ആ നിരൂപണങ്ങൾ അതൊരിക്കലും തിന്മയ്ക്കുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ളതാണ് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ ഒരു ശുഭഭാവിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ യിരെമ്യാവ് അതിൽ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, ബാബേലിലേക്ക് പോയിരിക്കുന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അവിടെ പോയതിനു ശേഷം നിങ്ങൾ വീടുകൾ പണിയുവീൻ, നിങ്ങൾ കൃഷികൾ ചെയ്യുവീൻ, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി തീരുവീൻ. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അത് 70 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മടക്കി വരുത്തും എന്നുള്ളതായ ആലോചനയും അവിടെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ളതായ ഒരു പ്രസ്തുത ആലോചനയുടെ വെളിച്ചത്തിൽ കൂടെയാണ് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു പുതിയ രാജ്യം തരുമെന്നല്ല പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് സുന്ദരമായ മനോഹരമായ ഒലിവുതോട്ടങ്ങളെയും മുന്തിരിത്തോട്ടങ്ങളെയും തരുമെന്നല്ല പറയുന്നത്. ആക്ച്വലി അത് നമുക്കറിയാം, ആദ്യം ആവർത്തന പുസ്തകത്തിൽ അത് കാണാൻ തക്കവണ്ണം കഴിയും. ഇവിടേക്ക് വരുമ്പോൾ ഉടനെ അത് മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും ശത്രുക്കളില്ലാത്ത കാര്യങ്ങളും എല്ലാം അവർക്ക് നല്ലതായിരുന്നു. പക്ഷെ എന്നാൽ അത് അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളൊരു ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്കൂടെ ഉള്ളിൽ ഞാൻ പുതിയൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിക്കോദിമോസിനോട് പറഞ്ഞത് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ കടക്കാനുള്ള യോഗ്യത എന്താണ്? ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ പുതിയ ആത്മാവ് അല്ലെങ്കിൽ പുതിയ ജനനം അല്ലെങ്കിൽ പുതിയ ഹൃദയം, ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയെല്ലാം പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഹൃദയം പുതിയ നിയമത്തിൽ അനേക സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പഴയ നിയമത്തിൽ സംഭവിച്ചു പോയ പ്രശ്നം? അവിടെ ഹൃദയം കഠിനപ്പെട്ടു പോയതായ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യാണ്? ദൈവത്തിൻ്റെതായ ഒരു ക്രമീകരണം ദൈവം ചെയ്യാൻ പോവുകയാണ്. അവിടെ 2-3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഹൃദയം തരും. രണ്ടാമത് പറയുന്നത്, പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കും. നേരത്തെ ഉള്ള എന്താണ് അവിടെ പറയുന്നുണ്ട്? കല്ലായുള്ള ഹൃദയം അവ ജഡത്തിൽ നീക്കി മാംസളമായത്. നേരത്തെ സെൻസിറ്റിവിറ്റി ഇല്ലാത്തതായിരുന്നു, ഇപ്പോൾ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ഹൃദയം ഞാൻ തരും. നേരത്തെ നിങ്ങൾക്ക് എന്താണ്? കൽപ്പലകളാണ്, പഴയ നിയമത്തിൽ കൽപ്പലകളാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കാഠിന്യമുള്ള ഹൃദയം. ഇത് രണ്ടും കൂടെ ഒരയുമ്പോൾ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ പലപ്പോഴും തീയാണ് ഉണ്ടാകുന്നത്, ന്യായവിധിയാണ് ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ ആ കാര്യം മാറ്റിയിട്ട് ഒരു പുതിയ ഹൃദയം തരുമ്പോൾ അത് മാംസളമായ ഹൃദയമാണ്. ആ മാംസത്തിൽ കല്ലിൻ്റെതായ അനുഭവം, കൽപ്പനയുടെ അനുഭവം വരുന്നതായ സമയത്ത് മുറിവുണ്ടാകും. അതല്ലെങ്കിൽ അവിടെ നോവിൻ്റെ അനുഭവം ഉണ്ടാകും, ദുഃഖത്തിൻ്റെ അനുഭവം ഉണ്ടാകും. നമുക്കറിയാം, പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്കുണ്ടായതായ ദുഃഖം മാനസാന്തരത്തിന് വേണ്ടിയുള്ള ദുഃഖമായതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ മാംസളമായ ഹൃദയത്തിൽ മാത്രമേ അവിടെ ഒരു പെയിൻ ഉണ്ടാക്കത്തുള്ളൂ, അവിടെ ദുഃഖം ഉണ്ടാക്കത്തുള്ളൂ. എന്നാൽ ഇതൊരു പ്രശ്നമാണ്. നമുക്ക് പുറമേ ഉള്ള എന്തെങ്കിലും പണി കൊണ്ട് നടക്കുകയില്ല. നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം അതിനുവേണ്ടിയാണ് നമ്മളെ ഒരുക്കുന്നത്. ഇതിൽ കേൾക്കുന്ന വചനങ്ങളൊക്കെയും നമ്മളെ അടുപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സിസ്റ്റം കൊണ്ട് പറ്റുകയില്ല.
ഈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തണം. ആദ്യമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇതാണ്. ആ ഹൃദയത്തിനകത്ത് ഒരു പരിച്ഛേദന വേണം. ആ ഹൃദയത്തിനകത്ത് ഒരു മാറ്റമുണ്ടാകണം. ഹൃദയം പൂർണ്ണമായി റീപ്ലേസ് ചെയ്യണം. അല്പസ്വല്പം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയല്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ വളരെ എക്സ്പെൻസീവായ ഒരു വാഹനം വാങ്ങി. നമ്മൾ ഏതെങ്കിലും നല്ല എക്സ്പെൻസീവായിട്ടൊരു വാഹനം ചിന്തിക്കുക. ടൊയോട്ടയുടെ തന്നെ ഒരു വാഹനം ചിന്തിക്കുക. നല്ല എക്സ്പെൻസീവായ ഒരു വാഹനം, ഏറ്റവും പുതിയ മോഡൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുക. വാങ്ങിക്കുന്നതായ സമയത്ത് ചില കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട ഒരു മാനുവൽ ഉണ്ടായിരുന്നു. ഒരു ബുക്ക് ഒരു മാനുവൽ തന്നത് ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. നമുക്കൊരു കവനന്റ് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കവനന്റ് എഗ്രി ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ടെക്നിക്കലി ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നത് കൊണ്ട്, നമുക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ അതിൻ്റെ ഡീലർ അല്ലെങ്കിൽ അതിൻ്റെ ഏജന്റ് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നാൽ ഏതെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് മാനുവലിലേക്ക് നോക്കാം. പക്ഷെ നമ്മളാരും മാനുവൽ നോക്കിയൊന്നും വണ്ടി ഓടിക്കാറില്ല. നമുക്കറിയാവുന്ന നിലകളിലൊക്കെ വാഹനം ഓടിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം പ്രധാനമായി ചിന്തിക്കുക, അതിനകത്ത് ഒഴിക്കേണ്ടത് പെട്രോളാണ് ഒഴിക്കേണ്ടത്. അതിന് പെട്രോളിന് പകരം ഡീസൽ ഒഴിക്കാൻ പാടില്ല. പക്ഷേ എന്നാൽ നമ്മൾ ആ വാഹനം വാങ്ങിക്കൊണ്ട് പോയതിന് ശേഷം നമ്മൾ പെട്രോളിന് പകരം ഡീസൽ ഒഴിച്ചു. എന്താ സംഭവിച്ചത്? വണ്ടി ഓടുന്നില്ല. പക്ഷെ നമ്മൾ ചില പണികളെല്ലാം നോക്കി, അവസാനം ലാസ്റ്റ് എഞ്ചിൻ ഉപയോഗിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. വാഹനത്തിന് പുറമെ യാതൊരു കുഴപ്പമില്ല. സ്റ്റിയറിംഗ് ഉണ്ട്, സീറ്റുണ്ട്, ബാക്കിയുള്ള എല്ലാ കംഫർട്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ പ്രശ്നം എഞ്ചിൻ ഓണാകുന്നില്ല, വാഹനം മുന്നോട്ട് നീങ്ങുന്നില്ല. എന്താ അതിന് പരിശ്രമിക്കേണ്ടത്? കാരണം നമ്മുടെ മെക്കാനിക്കിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. മെക്കാനിക്കിൻ്റെ അടുത്ത് ചേർന്ന് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് ഇന്ന പ്രശ്നമുണ്ട്, ഇതിന് എഞ്ചിൻ പിന്നെ നശിച്ചുപോയി, എഞ്ചിനെ ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇനി എന്താ ചെയ്യുന്നത്? പുതിയൊരു എഞ്ചിൻ വയ്ക്കണം. അന്നേരം അവിടെ നമ്മൾ വിചാരിക്കുക എന്താണ് ചെയ്യുന്നത്? എന്നാൽ ആ സമയത്ത് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് കരുതുക എഞ്ചിന്. അന്നേരം അങ്ങനെ അവർ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറയുകയാണ്, ഞങ്ങൾ പുതിയ ഒരു എഞ്ചിൻ ഞങ്ങൾ വെച്ച് തരാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ പുതിയൊരു എഞ്ചിൻ അവിടെ വെക്കുമ്പോൾ അതിന് മാറ്റം സംഭവിക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മുടെ പരിശ്രമത്തിൽ, ജീവിതത്തിനകത്ത് പല കാര്യങ്ങൾ, പല മേഖലകളിൽ നമ്മൾ ആത്മീയമായി ഉയരുവാൻ തക്കവണ്ണം ശ്രമിച്ചിട്ടും പലപ്പോഴും നമുക്ക് കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ സാത്താനെ നമുക്ക് കുറ്റപ്പെടുത്താൻ തക്കവണ്ണം കഴിയും. നമുക്ക് വേണമെങ്കിൽ മറ്റു പലതിനെയും കുറ്റപ്പെടുത്താൻ തക്കവണ്ണം കഴിയും. എന്താണ് നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി മാറ്റങ്ങൾ വരുത്തേണ്ടത്? നമുക്ക് എങ്ങനെ ഒരു വിക്ടോറിയസ് ലൈഫ് നമുക്ക് ജയിക്കാൻ തക്കവണ്ണം കഴിയും? അതിനാദ്യം വേണ്ടതായ കാര്യം ഇവിടെ പറയുകയാണ്, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാം. വേറൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാം. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നതിന് ശേഷം അവിടെ കർത്താവ് പറയുകയാണ്, അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കുമെന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ കർത്താവായ അപ്പോസ്തലൻ പത്രോസിന്റെ സന്ദേശത്തിൽ പറയുന്ന കാര്യം, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2 ആ അവസാന ഭാഗത്ത് പറയുന്ന കാര്യമാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അങ്ങനെ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം പുതിയ ജീവിതത്തിലേക്കുള്ള പുതിയ പടിയാണ്. പക്ഷേ എന്നാൽ ഈ യാത്രയിൽ നമുക്ക് പല കുഴപ്പങ്ങൾ സംഭവിച്ചു. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഈ സമയം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് സാത്താനെയാണ്. സാത്താനാണോ എല്ലാത്തിൻ്റെയും പ്രശ്നം? സാത്താനാണോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്? നമുക്ക് നോക്കുന്ന സമയത്ത് ആദ്യമേ മനുഷ്യന്റെ വീഴ്ച മുതൽ ഇങ്ങോട്ടുള്ള സന്ദർഭങ്ങളൊക്കെയും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ തക്കവണ്ണം കഴിയും. പക്ഷെ എന്നാൽ നമ്മളിലേക്കും തിരിഞ്ഞു നോക്കുക, നമ്മുടെ ഹൃദയത്തിലേക്കും തിരിഞ്ഞു നോക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തികളുണ്ട്. അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ തക്കവണ്ണം കഴിയുന്നത്? കുറെ കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ രാത്രികാലം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യം മനസ്സിലാക്കുക, സാത്താനല്ല പ്രശ്നം, നമ്മൾ തന്നെയാണ് പ്രശ്നം എന്നാദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നിരിക്കുന്ന പാളിച്ചകളെ നമ്മൾ എന്ത് ചെയ്യുക? അഡ്മിറ്റ് ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യം, അൺറിഡീംഡ്, അൺസറണ്ടേഡ്, അൺഎൻലൈറ്റൻഡ് ഹാർട്ട്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിരിക്കുന്ന അൺറിഡീംഡ് ആയിട്ടുള്ള അനുഭവം. രക്ഷിക്കപ്പെട്ടോ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടു, പക്ഷെ അതിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നോ? ഇല്ല. അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അൺസറണ്ടേഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും പൂർണ്ണമായി നമ്മളെ തന്നെ കീഴടക്കുവാനും കഴിയാത്ത ഒരു അനുഭവം. അതാണ് അൺസറണ്ടേഡ് ഏരിയാസ് ഓഫ് അവർ ലൈഫ്. 3, അൺഎൻലൈറ്റൻഡ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആ വെളിച്ചം പ്രകാശിക്കുന്നില്ല. ആ വചനത്തിൻ്റെതായിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ അനുവദിക്കാതെ വണ്ണം നമ്മൾ തടയുന്ന ഏരിയകൾ. അപ്പോൾ അൺറിഡീംഡ്, അൺസറണ്ടേഡ്, അൺഎൻലൈറ്റൻഡ് ഏരിയാസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഈ 3 ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ
പാസ്റ്റർ തോമസൺ ആക്ച്വലി വളരെ മനോഹരമായ ഗാനങ്ങൾ ഇവിടെ പാടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്ക് ആരാധനയിലേക്ക് അല്ലെങ്കിൽ ദൈവികമായ ആരാധനയുടെ ആ സ്തുതിയിലേക്കും പുകഴ്ചയിലേക്കും നയിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് അതിനകത്ത് പാട്ടുകളൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. നന്മ പ്രാപിക്കും തിന്മ വരികയില്ല, ഈ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖം നമ്മൾ അണയും, അങ്ങനെയുള്ളതായ വരികളൊക്കെ നമ്മൾ പാടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശരിയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശുഭ തുറമുഖമുണ്ട്. പക്ഷേ എന്നാൽ ആഗ്രഹിക്കുന്നതായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരമുണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ ആദ്യം അമേരിക്കയിൽ വരുന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരു ജോലി ആദ്യ സമയത്ത് ചെയ്ത ജോലി വാൾമാർട്ടിലായിരുന്നു. അമേരിക്കയിലെ വാൾമാർട്ടിനെ കുറിച്ചൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ ലുലു മാൾ പോലെ ഉള്ള വലിയൊരു നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെ ഈ വലിയ ഷോപ്പിംഗ് ഏരിയയാണ്. എന്നാൽ അതിനകത്ത് എനിക്ക് ഇൻവെൻറ്റോറി കൺട്രോളിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോലിയാണ്. കാരണം അവിടെയുള്ളതായ ഇൻവെൻറ്റോറി പരിശോധിക്കുകയും ആവശ്യമുള്ള സ്റ്റോക്ക് ഓർഡർ ചെയ്യുകയും മറ്റും ചെയ്യുന്ന ഒരു ജോലിയാണ്. അന്നേരം അവിടെ ഞാൻ രണ്ട് രീതി വാൾമാർട്ടിൽ പോകാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവിടെ ജോലിക്ക് വേണ്ടി പോകും. അന്നേരം അതിനുവേണ്ടി എനിക്ക് ഒരു ടാഗ് തന്നിട്ടുണ്ട്. അത് നമ്മൾ അവിടെ പോയി ക്ലോക്ക് ഇൻ ചെയ്യണം. അതിനെ ക്ലോക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഓരോ മിനിറ്റും എനിക്ക് പണം ലഭിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ കഴിയും തോറും എനിക്ക് പണം വരും. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടി എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഞാൻ വീണ്ടും വാൾമാർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ആ സമയത്ത് ക്ലോക്ക് ഇൻ ചെയ്യുകയല്ല. ഞാൻ ആ സമയത്ത് വാൾമാർട്ടിൻ്റെ ടീമിൻ്റെ ഭാഗമല്ല. ഞാൻ ആ സമയത്ത് വാൾമാർട്ടിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളായിട്ടാണ് ചെല്ലുന്നത്. എൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുക, പണം പോയിക്കൊണ്ടേയിരിക്കും. നേരത്തെ ആണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ പണം വന്നുകൊണ്ടേയിരിക്കും. പണം പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഒന്ന്, ഞാൻ പോകുമ്പോൾ ഞാൻ ടീമിൻ്റെ ഭാഗമാണ്. ഞാൻ ഷോപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാധനയിലും ദൈവികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഞാൻ ദൈവിക ടീമിൻ്റെ ഭാഗമാണോ അതോ ഷോപ്പിംഗ് ആണോ? പലപ്പോഴും ഷോപ്പിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഷോപ്പിംഗ് എപ്പോഴും നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ലൂസ് ആക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും. ജീവിതത്തിലുള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊരു ആവശ്യമുണ്ട്, ശരി, ആവശ്യങ്ങളെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പറയാനുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം. അപ്പോൾ തന്നെ നമുക്ക് അപ്പുറത്ത് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ, നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയൊക്കെയും അറിയുന്നുണ്ട്. ഇവയെല്ലാ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് കർത്താവ് പറയുന്നു. എന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള വാക്യങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ ഇതൊക്കെയും പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ എന്തൊടുക്കും എന്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവം തരാം. അപ്പോൾ കർത്താവ് നോക്കുക, വാൾമാർട്ടിൻ്റെ ടീമിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗമായി സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ പല കാര്യങ്ങൾക്ക് എനിക്ക് പുരോഗതിയിലേക്ക് വരിക. പക്ഷേ ഷോപ്പിങ്ങിനകത്ത് വരുമ്പോൾ എന്ത് ചെയ്യുക? പല കാര്യങ്ങളും അൺനെസറിയാണ്. പല കാര്യങ്ങളും അതിൻ്റെ ടാഗ് പോലും എടുക്കത്തില്ല. പ്രത്യേകിച്ച് അന്ന് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അവർ കണ്ടതും കേട്ടതും ഒക്കെ അവരെടുക്കാറുണ്ട്. അവർ പല കാര്യങ്ങളും എടുക്കാറുണ്ട്. പക്ഷെ നഷ്ടമായിക്കൂടി. ദൈവങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നമ്മൾ ആരാധനയ്ക്കോ നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഷോപ്പിങ്ങിന് വന്നതാണോ അതോ നമ്മൾ ടീമിൻ്റെ ഭാഗമാണ്? നമ്മൾ ടീമിൻ്റെ ഭാഗമാണ് എങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു ടീമിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഒരു ടീമിന് ഒരു ടൈമുണ്ട്. ആ ടീമിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായ കാര്യമുണ്ട്. നിങ്ങൾ വാൾമാർട്ടിൽ നിൽക്കുമ്പോൾ അവിടെ വരുമ്പോഴൊരു കാര്യം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 10 അടി നിയമം എന്ന് പറയും, 10 ഫീറ്റ് റൂൾ എന്ന് പറയും. 10 ഫീറ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അടി ചുറ്റളവിൽ ഞങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ വന്നാൽ അവരോട് ഞാൻ ചോദിക്കണം, മേ ഹെൽപ്പ് യു, ഹൗ ആർ യു തുടങ്ങിയ ചില വാക്യങ്ങൾ നമ്മളോട് ചോദിക്കണം. കാരണം ഐ എം കണക്റ്റഡ് വിത്ത് ദാറ്റ് വേർഡ്. ചിലപ്പോൾ അറിയാതെ ജോലി കഴിഞ്ഞ് ക്ലോക്ക് ഔട്ട് ചെയ്തതിന് ശേഷം യൂണിഫോം ഞാൻ ഊരി പിടിക്കണം. അതിൽ ആ യൂണിഫോമിൻ്റെ വെസ്റ്റ് എടുക്കാതിരിക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, സോ എൻ്റെ സാധനം എന്താണ്? പക്ഷെ ഞാൻ അന്നേരം അവിടുത്തെ ടീമിൻ്റെ ഭാഗമല്ല. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അറിയാതെ ഞാൻ വെസ്റ്റ് ഊരിയിട്ടില്ല. ഊരാതിരിക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ഞാൻ പിന്നീട് രസകരമായൊരു കാര്യം ഞാൻ ഓർക്കുന്നത്. ഞാൻ ഇവിടെ ഇന്ത്യൻ ഷെറിഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിറ്റൻഷൻ ഓഫീസറായിട്ട് ഞാൻ കുറച്ച് നാൾ സേവനം ചെയ്തിരുന്നു. അന്നേരം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ജോലി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ യൂണിഫോം മാറ്റി വയ്ക്കണം, എന്നിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് ഞങ്ങൾക്ക് റൂളുണ്ട്. പക്ഷേ നമ്മൾ അവിടുത്തെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയാതെ സാധാരണ പോകുന്ന പോലെ എൻ്റെ വൈഫ് പറഞ്ഞു വിടും,
പിന്നെ ഇതുപോലെ ആക്ച്വലി അവിടെ ഒരു മാർക്കറ്റ്, ഡാളസിൽ ഒരു ഡൗൺ ടൗണിൽ ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു ഫാർമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. അവിടുന്ന് ഈ നല്ല വിലക്കുറവ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളിയും മറ്റും കിട്ടും, ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോരണമെന്ന് ചിലപ്പം പറയും. എന്നിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ ബാർഗെയിൻ ചെയ്തു, നമ്മുടെ നാട്ടിലെ കണക്കോടെ ബാർഗെയിൻ ചെയ്യും. അവർ ഉള്ളിക്ക് ഒരു 10 രൂപ പറയുമ്പോൾ നമ്മളൊരു 5 രൂപ പറയും. അങ്ങനെ അവർ ലാസ്റ്റ് നമുക്കൊരു 7 രൂപയ്ക്കോ 8 രൂപയ്ക്കോ ഒക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. ഫാർമേഴ്സ് മാർക്കറ്റ് ആയതുകൊണ്ട് അങ്ങനെ നമുക്കൊരു പ്രൊവിഷനുണ്ട്. അന്നേരം ഒരിക്കൽ ഞാൻ സാറിന് അങ്ങനെ പോയി 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരിക്കൽ പോയി കഴിഞ്ഞപ്പോൾ ഉടനെ എത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അവർ ഇറങ്ങി വന്നതിന് ശേഷം എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ 5 പറഞ്ഞു. അവർ ചോദിച്ചു എത്ര ചാക്ക വേണ്ടെന്ന് ചോദിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ ഞാൻ ബാർഗെയിൻ ചെയ്യും. കാരണം എനിക്കറിയത്തില്ല ഞാൻ ആ യൂണിഫോം ഇട്ടേക്കാന്നുള്ള കാര്യം. ഞാനൊരു പോലീസുകാരൻ്റെ യൂണിഫോമാണ്. ആ യൂണിഫോം വേണ്ട, അവർ വിചാരിച്ചു പോലീസുകാരനാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവർ സാധനം എടുത്ത് കാറിനകത്ത് കൊണ്ടു തന്നു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ബ്ലസ്സി വൈഫിനോട് പറഞ്ഞു, ഇതുപോലെ നമുക്ക് ഭയങ്കര ലാഭത്തിലാണ് കിട്ടിയത്, വെറും 5 രൂപയ്ക്കാണ് നമുക്കൊരു ചാക്ക് ഇത് മുഴുവൻ കിട്ടിയെന്ന് പറഞ്ഞു. ആഹാ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രമൊക്കെ പറഞ്ഞു. ഇച്ചിരൂടെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എന്താ അങ്ങനെ ചെയ്തത്. പിന്നെ നോക്കിയപ്പോഴാണ് എൻ്റെ യൂണിഫോം ഞാൻ ശ്രദ്ധിച്ചത്. ദൈവമക്കളെ, നമുക്ക് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്. കാരണം ഈ ഒരു യൂണിഫോം അവിടെ അതിന് ചില നിയമങ്ങളുണ്ട്. ആ യൂണിഫോം എടുത്തിൻ്റെ കയ്യിലേക്ക് ആദ്യം തരുമ്പോൾ ആ ഓഫീസർ, പിന്നെ അദ്ദേഹം ഒരു സർജൻ്റാണ്, അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം ഇങ്ങനെയാണ്: സോ ഇതിട്ട് കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഒരു ഭരണകൂടത്തെയാണ്, നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, വി ആർ എ പാർട്ട് ഓഫ് എ ബിഗ് ടീം. ഈ സകല പ്രപഞ്ചത്തെയും യൂണിവേഴ്സിനെയും സകല ചരാചരങ്ങളെയും മുഴുവനെയും സൃഷ്ടിച്ചവരായ ആ ദൈവത്തിൻ്റെ ടീമിൽ ഒരംഗമായിട്ടാണ് ദൈവം എന്നെ എടുക്കുന്നത്. സോ ആ ടീം മെമ്പറായിട്ടായിരിക്കണം എൻ്റെ ബിഹേവിയർ, ആ ടീം മെമ്പറായിട്ടായിരിക്കണം എൻ്റെ ജീവിതം നയിക്കേണ്ടത്. അവിടെയാണ് എനിക്കൊരു പുതിയ ഹൃദയം എനിക്ക് ആവശ്യമാണ്. ഇവിടെ നമുക്ക് നോക്കാം, പലപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അൺറിഡീംഡ്, അൺസറണ്ടേഡ്, അൺഎൻലൈറ്റൻഡ് ഏരിയാസ് ഓഫ് അവർ ലൈഫ് ഏതൊക്കെയാണ് ആക്ച്വലി. നമുക്കറിയാം, നമുക്ക് ആദ്യം ഒന്നാമത് മനസ്സിലാക്കുക, നമുക്കൊരു സിൻഫുൾ നേച്ചറുണ്ട്, നമുക്കൊരു പാപത്തിൻ്റെ പ്രകൃതി നമുക്കുണ്ട്. ഇതെന്ന് വരെ കാണും? നമുക്ക് കർത്താവിൻ്റെ വരവ് വരെയോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മരണം വരെയോ നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കും. ഇതെല്ലാം അവസാനം വരെ നമുക്ക് പോകുന്ന ഈ പാപ സ്വഭാവം, ഇത് തീരുന്ന ഒരു ദിവസമുണ്ട്. ആക്ച്വലി അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടും പലപ്പോഴും കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് വീണ്ടും വീണ്ടും ഫിക്സ് ചെയ്യാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ സിൻഫുൾ നേച്ചറാണ്, പാപത്തിൻ്റെതായിരിക്കുന്ന പാപ പ്രകൃതിയാണ്. ഇതിനകത്ത് പാപത്തിൻ്റെ വിത്തുകൾ ഇതിനകത്ത് നിറഞ്ഞു കിടക്കുകയാണ്. എത്ര രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും, അതാ പറയുന്ന അത്യുന്നതൻ്റെ മറവിൻ കീഴിൽ വസിക്കുകയും സർവ്വ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് മാത്രമാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്ന ഒരു ഏരിയയുണ്ട്, അവിടെയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ സിൻഫുൾ നേച്ചർ ആദ്യം മനസ്സിലാക്കുക. വീഴ്ചയിൽ സംഭവിച്ചു പോയ കാര്യമാണ്, നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കി. പക്ഷേ എന്നാൽ നമുക്കറിയാം, നമുക്ക് പുത്രത്വത്തിൻ്റെ അനുഭവം ദൈവം തന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും പുത്രത്വത്തിൻ്റെ അവകാശത്തിന് വേണ്ടി നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, സർവ്വ സൃഷ്ടികളും ഈറ്റിനോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതായ കാര്യം നമ്മളിൽ വെളിപ്പെടാനുള്ള ആ ഒരു തേജസ്സിനെ കുറിച്ച്, ആ രക്ഷയെക്കുറിച്ച് അതുവരെ വന്നിട്ടില്ല. ആ ഒരു സിൻഫുൾ നേച്ചർ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ തക്കവണ്ണം കഴിയുന്നത്? അത് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഒരു ശുദ്ധ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വാക്യങ്ങളെല്ലാം വായിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ശുദ്ധഹൃദയം. എന്താണ് ശുദ്ധഹൃദയം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? സാത്താൻ ഉള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്. അതാണ് അതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് കപടഭക്തിയുള്ള ഹൃദയം. ഇല്ലാത്ത ആത്മീയം ഞാൻ അനുഭവിക്കുക, ഇല്ലാത്തതായ ഭക്തി ഞാൻ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് അതിന് ഏറ്റവും ഉദാഹരണമാണ് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അന്യാസിനും സഫീറയോടും സംസാരിക്കുന്ന പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താ പറയുന്നത്? സാത്താൻ നിങ്ങളുടെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ആരോടാ പറയുന്നത്? ആദിമസഭയിൽ നടന്ന ഒരു സംഭവമാണ്. ആദിമസഭയിൽ നടന്ന സമയത്തിനകത്ത് അവരുടെ ജീവിതത്തിൽ നോക്കുക, അവിടെ വന്ന കാര്യത്തിനകത്ത് ഇതാ, പിന്നെ അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 4 മുതൽ താഴോട്ട് 3-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ഹൃദയം കൈവശമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു വഴി തുറന്നു കൊടുത്തു. അവിടെയാണ് പറ്റിയ പ്രശ്നം. ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. കാരണം എൻട്രി നമുക്ക് അതിനു വേണ്ടി അതിലേക്ക് കൊടുത്തു. അവിടെയാണ് പറ്റിയ പ്രശ്നം. അന്നേരം എന്ത് ചെയ്തു? സാത്താന് കിട്ടിയ അവസരം സാത്താൻ എന്ത് ചെയ്തു? അവൻ നന്നായിട്ട് മുതലെടുത്തു. യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും, അവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. നമ്മുടെ ഏരിയയിലെല്ലാം
കറങ്ങി നടക്കുകയാണ്, ചുറ്റി നടക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ അങ്ങനെ പിന്നെ ദൈവമക്കളുടെ അടുത്തൊന്നും വരത്തില്ല എന്നുള്ളത് ഒന്നുമല്ല. അതൊക്കെ നമുക്കറിയാം. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയാണ് സാത്താനെയും അവൻ്റെ കൂട്ടരെയും മുഴുവനായും സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴെ ഇടുന്നത്. അതുവരെ അവൻ അവിടം വരെയുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന ഇവയായിട്ട് ബന്ധപ്പെട്ട് ടിറ്റിച്ചാരൊക്കെ അതുമായിട്ട് മണ്ഡലമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വളരെ ശക്തമായി ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഞാൻ പറയുന്നത് നേരിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറിയ കാരണം ആ സാത്താന് കൈവശമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ആ ഒരു പ്രശ്നം എന്താണ്? നമ്മുടെ ഇല്ലാത്ത ആത്മീയത നമ്മൾ ചമയുക, ഇല്ലാത്ത ഭക്തി നമ്മൾ ചമയാൻ ശ്രമിക്കുക. പലപ്പോഴും പലരും പറയുന്ന കാര്യം ഉണ്ടാച്ചത്, ഞാൻ കഴിഞ്ഞ 40 വർഷം ഞാൻ കർത്താവിനെ വിശ്വസ്തയോടും വിശുദ്ധിയോടും സേവിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ തൊട്ടപ്പുറത്ത് പറയാറുണ്ടാച്ചു, സാത്താൻ കേൾക്കണ്ടെന്ന് പറയാറുണ്ടാച്ചു. പലപ്പോഴും എന്താ അയച്ചത്, അടുത്ത ദിവസം അവൻ നോട്ടിടും. കാരണം എന്താണ്? കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ സ്വയത്തിലേക്ക് ആശ്രയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളുള്ള ഏറിയകളിൽ, നമുക്ക് ജീവിതത്തിനകത്ത് പശ്ചാത്തപിക്കാത്ത ഏറിയകളിൽ സാത്താൻ എന്ത് ചെയ്യുകയാണ്? അവിടെ പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ നോക്കുന്നതായ സമയത്താണ് ചില പാപങ്ങൾ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുക. ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റുവാൻ കഴിയാത്ത മുറുകെ പറ്റുന്ന പാപങ്ങൾ, ഇല്ലേ? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ കാണാൻ തക്കവണ്ണം ഇടയായിത്തീരും. 11-ാം അധ്യായത്തിൽ ഭക്തന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ പറയുകയാണ്, ഇതിലേക്ക് പറയുന്ന ഒരു കാര്യം, ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. കാരണം മറ്റവരുടെ എല്ലാം ജീവിതത്തിനകത്ത് അവരുടെ യാത്രയിൽ അവർക്ക് പറ്റിയിരിക്കുന്ന പാപത്തിൻ്റെ അനുഭവം, അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചുകൂടെ ചേർത്തുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിനെ നോക്കുക, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളയുക. 19-ാം സങ്കീർത്തനം വളരെ മനോഹരമായ സങ്കീർത്തനമാണ്. ആ മനോഹരമായ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നതായ ടൈമിൽ തുടങ്ങുന്ന എവിടെയാണ്? യൂണിവേഴ്സിനെ സൃഷ്ടിച്ച, സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനായ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ഒക്കെയും പ്രകൃതിയിലുള്ള ജനറൽ റെവലേഷനെ കുറിച്ച് അപ്പോസ്തലൻ ദാവീദ് പറയുകയാണ്. അതിൻ്റെ 19-ാം അധ്യായം പറഞ്ഞ ശേഷം ഉടനെ താഴോട്ട് വരുമ്പോൾ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ വചനം സൃഷ്ടികൾ മുഴുവൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ചരാചരങ്ങൾ മുഴുവൻ വള്ളി പുള്ളി തെറ്റാതെ കൃത്യമായി അനുസരിക്കുന്നു. അങ്ങനെ അനുസരിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അത് ആഗ്രഹിക്കത്തക്കതാണ്, അത് പൊന്നിനേക്കാൾ വിലയുള്ളതാണ്, തേനിനേക്കാൾ രുചികരമേറിയതാണ്. ഇവയെല്ലാം പറഞ്ഞതിന് ശേഷമായിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, എന്നെ മോചിക്കണമേ. അതിനകത്ത് കിടക്കുകയാണ്, പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് വരിക. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരൊരു ചോദ്യമാണ് ആക്ച്വലി. എന്നിട്ട് തൻ്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, എൻ്റെ മേലവ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതക രഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ മുറുകെ പറ്റുന്നതായ പിടിച്ചു കിടക്കുന്ന അതിനെ എന്ത് ചെയ്യണം? അതിനെ ജയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പ്രസ്താവനകൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ പറയുന്നത് പ്രസ്താവനകൾ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക്, ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു വഴിയിലും പെട്ടിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പദപ്രയോഗങ്ങൾ നമുക്കറിയാം. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. പത്രോസ് പറഞ്ഞ ചില വാക്കുകൾ എന്താണ് ആക്ച്വലി? ഞാൻ നാളെ ഞാൻ നിനക്ക് വേണ്ടി മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വീരവാദമൊക്കെ അദ്ദേഹം മുഴക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെ നമുക്ക് മർക്കോസിന് ശേഷം 14-ാം അധ്യായം 29 വായിക്കുമ്പോൾ കാണാൻ തക്കവണ്ണം കഴിയും. പക്ഷേ എന്നാൽ കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന ടൈമിൽ നേരത്തെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പത്രോസെ, നിന്നെ ഗോതമ്പ് പോലെ സാത്താൻ പാറ്റിക്കളയേണ്ടതിന് 3 പ്രാവശ്യം എന്നോട് അനുവാദം ചോദിച്ചത്, നിങ്ങളെ പാറ്റിക്കളയേണ്ടതിന്. പക്ഷെ ഞാൻ നിങ്ങളുടെ വിശ്വാസം പോയി പോകുമെന്ന് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തില്ല? ഞാനിതിന് അനുവാദം കൊടുത്തില്ല. കർത്താവിന് പറയുകയാണ്, നാളെ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്നെ തള്ളിപ്പറയും. ആ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ്, അതാ ഉദ്ദേശിക്കുന്നത്. കാരണം രാവിലെ കോഴി കൂവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴി കൂവുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും അവിടെ പറഞ്ഞ കാര്യം, ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് എൻ്റെ തീരുമാനത്തിൻ്റെ അർത്ഥം ഞാൻ കാണിച്ചത്, അർത്ഥം നിനക്ക് മനസ്സിലാകും. നോക്കുക, അദ്ദേഹത്തിൻ്റെ തീരുമാനം നമുക്ക് പറയാൻ തക്കവണ്ണം കഴിയുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പറയുന്ന ഒരു തീരുമാനം എടുക്കുന്നില്ല, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങയുടെ കൃപ തരണം. അത് എവരുടെ ബേസിസിൽ നമുക്ക് അതിനകത്ത് വേണം. നമുക്ക് അനാവശ്യമായിരിക്കുന്ന വലിയ പ്രസ്താവനകളോ വിശുദ്ധിയുടേതോ അതല്ലെങ്കിൽ നമ്മുടെ സെൽഫായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒന്നിനെക്കുറിച്ചുള്ള ഡിക്ലറേഷൻസ് നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല.
നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സഭയുടെ ശുശ്രൂഷകൻ കൂടെ ആയതുകൊണ്ടാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആവശ്യപ്പെടാറുണ്ട്. അതിനെക്കുറിച്ച്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയാറുണ്ട്, പ്രാധാന്യത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ എന്നാൽ കഴിഞ്ഞ വർഷം, അങ്ങേ വർഷം ഞാൻ പറഞ്ഞു ഒരു ബൈബിൾ വായിച്ചു തീർക്കുന്ന ഒരാൾക്ക് പ്രോത്സാഹനമായിട്ട് $100 കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഉടനെ ആക്ച്വലി അന്ന് ഞങ്ങളുടെ സഭയിലെ ഒരു പിതാവുണ്ട്. അദ്ദേഹം മർത്തോമാ സഭയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹം വന്നത്. അദ്ദേഹം ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ദൈവവചനമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം 26 ദിവസം കൊണ്ട് അദ്ദേഹം ആദ്യം 56 ദിവസം കൊണ്ട് വായിച്ചു. രണ്ടാമത് അദ്ദേഹം 26 ദിവസം കൊണ്ട് വായിച്ചു. പിന്നീട് അദ്ദേഹം ആക്ച്വലി ഇങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരു വർഷം അദ്ദേഹം 5 പ്രാവശ്യം അദ്ദേഹം വായിച്ചു തീർത്തു, ബൈബിൾ വായിച്ചു തീർത്തു. അദ്ദേഹം പറയുകയാണ്, വായിച്ചിട്ട് അതിൻ്റെ കൊതി തീരുന്നില്ല. അത് മാത്രമല്ല, ആ വായിച്ച ഓരോ ഭാഗങ്ങൾ നമ്മൾ സാറിന് വായിക്കുന്ന പോലെയല്ല, വായിക്കുന്ന ഭാഗങ്ങൾ ഇന്ന വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നോട്ട് ബുക്ക് എന്നെ കാണിച്ചു. അതിനകത്ത് മുഴുവൻ വായിച്ച ഡേറ്റും കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഞാൻ സഭയിൽ ആഹ്വാനം ചെയ്തു. ഏതാണ്ട് 80ഓളം ആ സമയത്ത് വിശ്വാസികളുള്ള ഒരു സഭയാണ്. അന്നേരം അവിടേക്ക് വന്നിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു. 5 പേര് 6 പേര് ആരുടെ പറഞ്ഞില്ല, നിങ്ങൾ $100 തരാം നിങ്ങൾക്ക് ഒരാൾ ഒരു പ്രാവശ്യം ഒരു വർഷം ബൈബിൾ വായിക്കാമെന്നുണ്ടെങ്കിൽ. അതിനകത്ത് 5 പേര് വായിച്ചു. പക്ഷേ അപ്പച്ചൻ പറഞ്ഞാൽ, ശരി, എനിക്ക് പൈസയൊന്നും വേണ്ട. അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത പൈസ $100 അദ്ദേഹം അതിന് തിരിച്ചെനിക്ക് തരികയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത, എത്ര പൈസ കിട്ടിയാലും ലഭിക്കാത്ത ഒരു സന്തോഷമാണ് എനിക്കിതിൽ ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ് സംഭവം. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അടുത്ത വർഷം ഞാൻ ചോദിച്ചു, എത്ര പേര് വായിച്ചു? അടുത്ത പ്രാവശ്യം $100 കാര്യം കൂടെ പറയാത്തപ്പെടുത്തേന് ആക്ച്വലി 3 പേരിലേക്ക് അത് ചുരുങ്ങി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ലോകരക്ഷകനായ കർത്താവ്, സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം, അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയതായ എത്രയോ കഷ്ടപ്പാടുകൾ കൂടെ, പ്രോസസ്സുകൾ കൂടെ കടന്നുപോയ ഈ ദൈവത്തിൻ്റെ വചനം കവർ ടു കവർ വായിക്കാൻ പോലും കഴിയാത്തതായ, അതിനുപോലും സമയം കണ്ടെത്താൻ കഴിയാത്തതായ ദൈവപൈതങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ലജ്ജാകരമായ കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കണക്ക് ഈ വർഷം ഞാൻ വായിച്ചു തീർക്കും, പക്ഷേ രണ്ടാമത്തെ മാസം തന്നെ താത്താൻ എന്ത് ചെയ്യും? താത്താൻ ആക്ച്വലി അവൻ്റെ പണി തുടങ്ങിക്കഴിയും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? വലിയ വലിയ പ്രസ്താവനകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ തക്കവണ്ണം ശ്രമിക്കുക. ചില ഹാബിറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ നല്ല ഹാബിറ്റാണെന്ന് തോന്നുമായിരിക്കാം, പക്ഷേ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ എന്ത് ചെയ്യുക? തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ, എനിക്കറിയാൻ കഴിയും, നല്ല കഴിവുള്ള ചെറുപ്പക്കാരാണ്, നല്ല മിടുക്ക കുഞ്ഞുങ്ങളാണ്. പക്ഷേ അവരെന്ത് ചെയ്യുകയാണ്? അമേരിക്കയിലാണുള്ള കാര്യം തന്നെ പറയുകയാണ് ആക്ച്വലി. നാട്ടിലെ അതേ ക്രിക്കറ്റും പരിപാടിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവരാറുണ്ട് ആക്ച്വലി. ഇതിൻ്റെ അകത്ത് എന്തുമാത്രം സമയം അവരതിനു വേണ്ടി കളയാൻ തക്കവണ്ണം ശ്രമിക്കുക. ചില ഹാബിറ്റുകൾ തെറ്റാണോ? അല്ല. അതൊരു ദുശ്ശീലമാണോ? അല്ല. പക്ഷേ അത് നമ്മളെ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ ചില ഹാബിറ്റുകൾ ചിലപ്പോൾ നമുക്കറിയാം, ഫോൺ എടുത്ത് അല്ലെങ്കിൽ ചില ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര രസകരമായ കാര്യമാണ്. അതൊരു ഹാബിറ്റ് ആക്കുന്നവരുണ്ട്. ഇതിനിടയ്ക്കുമല്ലോ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് സംഭാഷണം അവിടെ വെച്ച് കട്ടായിത്തീരും. കാരണം എന്താണ്? കാരണം ദേ വാണ്ടഡ് ടു എൻജോയ് ദ ഹാബിറ്റ്. കാരണം ആ ലവ് ഫോർ എ ഹാബിറ്റ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ നശിപ്പിച്ച് കളയുന്നതാണ്. കർത്താവ് ഒരു പുതിയ ഹൃദയം തരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഒരുക്കപ്പെടണം. അതുപോലെ തന്നെ അൺഫോർഗീവ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാത്ത ഏറിയകൾ, പൊറുക്കുവാൻ കഴിയാത്ത ഏറിയകൾ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ആക്ച്വലി എനിക്ക് എല്ലാ റൈറ്റുമുണ്ട് ഒരാൾ ചില കാര്യങ്ങളോട് എനിക്ക് ദേഷ്യപ്പെടാൻ, അവരോട് വെറുത്തിരിക്കാൻ എനിക്ക് എല്ലാ റൈറ്റുമുണ്ട്. ദൈവമക്കളെ, ദൈവവേദനയിൽ റൈറ്റ് ഉണ്ടോ? ദൈവവേദനയിൽ ആക്ച്വലി ഒരു വ്യക്തിയോട് കോപം വെച്ചുകൊണ്ടിരിക്കാൻ, ദേഷ്യം വെച്ചുകൊണ്ടിരിക്കാൻ, പിണങ്ങിയിരിക്കാൻ ഏതെങ്കിലും വകുപ്പ് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്? ഒരിക്കലുമില്ല. ക്രിസ്തു അതല്ല കാണിച്ചിട്ട് പോയത്. പലപ്പോഴും നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ കഴിയാത്തതായ, ക്ഷമിക്കുവാൻ കഴിയാത്തതായ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകൾ ഉണ്ട്. അതിന് നമുക്ക് എന്ത് വേണം? ഈ പഴയ ഹൃദയം കൊണ്ട് പറ്റത്തില്ല. ആ സിസ്റ്റത്തെ വർക്ക് ചെയ്യത്തില്ല. പുതിയ ഹൃദയത്തിനകത്ത് മാത്രമേ അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി കഴിയുമ്പോൾ എനിക്ക് അവിടെ ക്ഷമ ആവശ്യമാണ് ചിന്തിക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. സ്റ്റബേൺനെസ്, നമ്മുടെ പിടിവാശികൾ, നമ്മുടെ മർക്കടമുഷ്ടികൾ, നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ചില കാര്യങ്ങളിനകത്ത് നമുക്ക് വരുന്നതായ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കുഴപ്പം ഇതാണ് ആക്ച്വലി. ഇവരുടെ ഈ ഒരു സ്റ്റബേൺനെസ്, ഇവരുടെ അത് ദൈവത്തിന് അങ്ങോട്ട് സഹിക്കാൻ കഴിയാത്ത ഒരു മേഖലയായിരുന്നു, ഏറിയായിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി ദൈവത്തിൻ്റെ പല പ്രവൃത്തികളും അവർക്ക് ചെയ്യാൻ തക്കവണ്ണം കഴിയാത്ത ചില ഏറിയകൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ പുതിയ ഹൃദയം വരുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റബേൺനെസ് ഒരു മാറ്റം വരും. അതുപോലെ ഇൻസെക്യൂരിറ്റീസ്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥകൾ. എന്താ അരക്ഷിതാവസ്ഥകൾ എന്ന് പറയുന്നത്? ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ബോദറൈസ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു തടസ്സം ഇന്നാരാണ് എന്ന് ചിന്തിക്കാറുണ്ട്. ഇന്ന വ്യക്തിയാണ് എനിക്ക് അവസരം തരാത്തത്, ഇന്ന വ്യക്തിയാണ് എനിക്ക് വേണ്ടി
എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, എനിക്ക് ഉപദ്രവമായി നിൽക്കുന്നത്. ഒരു രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ആ, പിന്നെ ആ, അവരെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അവരെന്നെക്കുറിച്ചാണ്, എന്നെക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇവയൊക്കെയും പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പണ്ടൊരു കഥയുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ചില പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നം ഉണ്ടാകാൻ കാരണം അവർ ബെഡിൽ വരുന്ന സമയത്ത്, രാത്രി ബെഡിലോട്ട് കിടക്കാൻ വരുന്ന ടൈം ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് കുറച്ച് തടിക്കഷ്ണവും പൊടിയെല്ലാം കൂടെ അടുത്ത് വീഴുക. അന്നേരം എന്താ മനസ്സിലായില്ല. ഭാര്യ പറഞ്ഞു, ഭർത്താവ് ഭാര്യയെ വഴക്ക് പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ വഴക്ക് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ കുറ്റപ്പെടുത്തി. ഇതാണെന്ന് മനസ്സിലാക്കി. അന്നേരം ഉടനെ ഒടുവിൽ ആക്ച്വലി അവർ, പിന്നെ ഭർത്താവ് കണ്ടെത്തി, ഒടുവിൽ ഈ വിഷയം ഇങ്ങനെ നടന്നു. പക്ഷെ പ്രശ്നം മേളിലൊരു എലി ഉണ്ടായിരുന്നു. ഈ എലി വന്നതിന് ശേഷം ഇടയ്ക്ക് വന്നിട്ട് ഈ അവിടെ നിന്ന് തുരണ്ടി അവൻ കടിച്ചു പറിച്ച് ഇടുന്ന സാധനത്തിൻ്റെ വേസ്റ്റ് ഈ സാധനമാണ് വീഴുന്നത്. ഇത് ഇവർ കാണുന്നില്ല. ഈ എലിയാണ് ഇതിൻ്റെ വില്ലൻ എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതിന് ശേഷം ഒരിക്കൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ ആ, ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരണപ്പെട്ടു. മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഉടനെ ഒരു 6-7 ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടു. അന്നേരം ഉടനെ ഭാര്യ പറയുകയാണ്, പറഞ്ഞ വാക്ക് ഇങ്ങനെ ആക്ച്വലി, അവൻ ചത്താലും അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ലെന്ന് ആക്ച്വലി. കാരണം എന്താണ്? ആ, എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് സമ്മതിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണ്, ഇനിയിപ്പം മരിച്ചു പോയാലും ആളില്ലാതെ പോയെന്ന് പറഞ്ഞാലും ശരി, അവരാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം എന്ന് പറഞ്ഞത് ചെയ്യും. കുറ്റപ്പെടുത്താൻ തക്കവണ്ണം ശ്രമിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഇവിടെ പറ്റിയിരിക്കുന്ന പ്രശ്നം എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകുന്നതിന് പകരമായി നമുക്കില്ലാത്ത പ്രശ്നങ്ങളെ നമ്മൾ ഉണ്ടാക്കി ജീവിക്കുന്ന അനേക വിശ്വാസികളുടെ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം ഇതാണ്. പെന്തക്കോസ്തുകാരുടെ ഇടയ്ക്ക് ഡിപ്രഷൻ രോഗികൾ ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പേര് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. നേരത്തെ നമ്മുടെ മുഖങ്ങളിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ സംസാരങ്ങളിനകത്ത് ഒരു നൈർമല്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംശയത്തോടെ നോക്കുന്നുണ്ട്. സംശയത്തോടെ നമുക്ക് അരക്ഷിതാവസ്ഥ നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് നമ്മുടെ പഴയ ഹൃദയത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രശ്നങ്ങളിലൊന്നാണ്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ഡിസിപ്ലിൻ, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കമില്ലാത്ത അവസ്ഥകൾ. നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ചെയ്യേണ്ട ഏരിയകളുണ്ട്. നമുക്ക് ഡിസിപ്ലിൻ ചെയ്യാൻ കഴിയാത്ത ഏരിയകൾ നമുക്ക് ഡിസിപ്ലിൻ ചെയ്യണം. കാരണം അത് വലിയ അത് എന്താ, ആ, പിന്നെ സദൃശവാക്യം 16-ാം അധ്യായം 32-ാം വാക്യത്തിലൊക്കെ അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിസിപ്ലിൻ, കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യണം, നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കമുള്ള ആത്മീയ ജീവിതം നമുക്ക് നയിക്കാൻ തക്കവണ്ണം കഴിയണം. എനിക്കറിയാം, നല്ല ഒരു പങ്ക് ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ ഉടനെ അവരെ അപ്പച്ചൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചും 3 മണിക്ക് എഴുന്നേറ്റ് ദേശത്തിന് വേണ്ടി കരഞ്ഞതിനെക്കുറിച്ച്, സ്തോത്രം ചെയ്തതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. അന്നേരം അവർ പറയും, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മയുടെയും അനുഗ്രഹം എല്ലാത്തിൻ്റെയും റീസൺ ഇതാണ്. ശരി, നല്ല കാര്യമാണ്. പക്ഷേ അതിൽ അടുത്ത ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഗുണം കൊണ്ടിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എന്താ ഗുണം? പക്ഷേ അവരുടെ കാര്യം ശരിയാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്ന ഏത് കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്? ഞാൻ എൻ്റെ സാക്ഷ്യം പല പല ഇതിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനം, അമേരിക്കയിലേക്ക് വന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷം ഇവിടെയുള്ള സെക്കുലർ ജോലി ചെയ്തു. അതിനുശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനവും പ്രതിഷ്ഠയും, കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇത് പോരാ, കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്യണം. വാൾമാർട്ടിൽ 40 മണിക്കൂർ അവിടുത്തെ ഫ്ലോറിൽ കൂടെ അവിടെ 40 മണിക്കൂർ സ്റ്റാൻഡ് ചെയ്യാണ്. ഇരിക്കുന്ന കാര്യം വളരെ വാൾമാർട്ടിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം അവർക്കില്ല. ചെയറും കാര്യങ്ങളൊന്നുമില്ല. അത് ബ്രേക്ക് ടൈമിൽ 10 മിനിറ്റ്, അല്ലെങ്കിൽ ലഞ്ച് ടൈം 1 മണിക്കൂർ, അത് ഔട്ട്സൈഡിലാണ്. 40 അവേഴ്സ് ഞാൻ എനിക്ക് വാൾമാർട്ടിന് ഫ്ലോറിൽ കൂടെ നടന്നേ പറ്റത്തുള്ളൂ. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് അങ്ങ് എനിക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചാൽ, കർത്താവ് 5 ദിവസമല്ല 6 ദിവസവും കർത്താവിന് വേണ്ടി ഓടാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങളെ അവസരങ്ങളെ ഒരുക്കി. ഇന്ന് ഞാൻ ഫുൾ ടൈം ശുശ്രൂഷയിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ശുശ്രൂഷയാണ്. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ കാര്യം കർത്താവ് നമ്മൾ കേട്ട കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അതുകൊണ്ട് പറയാൻ വേണ്ടിയാണ്. നമുക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഉടനെ ഞങ്ങൾക്ക് 2 പെൺമക്കളെയാണ് ദൈവം തന്നത്. അന്നേരം അവരെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും അവർ രണ്ടുപേരും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളതാണ്. ബാക്കി എന്തിനേക്കാൾ ഉപരി അതിനുവേണ്ടി ചെയ്യണമെന്നുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ കാര്യത്തിൽ അത് ഫോഴ്സ് ചെയ്യില്ല. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഇന്ത്യയിൽ 3.5 വർഷക്കാലം ഉണ്ടായിരുന്നു. അവർ കണ്ടും കേട്ടും കാര്യങ്ങളെല്ലാം അവർ ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ അവിടെ മൂത്ത മോള് അവിടെ പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഇത് ഡാഡി എന്താ ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, വാട്ട് എവർ കോഴ്സ് യു ലൈക്ക്, നീ എന്താ ഇഷ്ടം കോഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടു. പക്ഷേ അതിൽ അവിടെ പറഞ്ഞ ഒരു കാര്യം, എന്നാൽ ഡാഡി എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബൈബിൾ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ആ ടൈമിൽ വൈകുന്നേരം ഈവനിങ്ങിൽ പ്രയർ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു.
അന്നേരം ആ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, ബൈബിൾ ഇതിനേക്കാൾ വലിയൊരു ജോലി എനിക്കില്ല, ഇതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠമേറിയ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അത്രയും പറഞ്ഞ ശേഷം പോയി. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടനെ അവൾ ബൈബിൾ സ്കൂളിൽ ഇവിടുത്തെ ഒരു സെമിനാരിയിൽ അവൾ സൈനപ്പ് ചെയ്തു. അവിടെ 4 വർഷം അവൾ പഠിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി, ജീവിതത്തിൽ ഏറ്റവും വളരെ സന്തോഷം തോന്നി. കാരണം അവൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ വേണ്ടി സ്റ്റെപ്പെടുത്തു. ഞങ്ങളൊരു വാക്ക് പോലും പറഞ്ഞില്ല. സോ ആ രണ്ടാമത്തെ ആളും കോളേജിൽ, ആക്ച്വലി ഇവിടെ യൂണിറ്റി പണ്ട് വലിയ കോളേജുണ്ട്, ആക്ച്വലി ആ കോളേജിൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു സോൾട്ട് എന്ന് പറയുന്നൊരു മിനിസ്ട്രി ഉണ്ട്. അതിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഈ വർഷം, കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അനേക കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ വരികയും പലരുടെ പോവുകയും രാത്രി വരെയും, കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ആഴ്ച, ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു രാത്രി 10-11 മണിയായ സമയത്ത് ഇവിടെ ഒരു സ്ട്രീറ്റിൽ അവർ പോയി രാത്രിയിൽ, ഞായറാഴ്ച രാത്രി, ശനിയാഴ്ച രാത്രിയിൽ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രാത്രി പോകണ്ട, പ്രത്യേകിച്ച് നമുക്കറിയാം പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ അവിടെ പോയതിന് ശേഷം രാത്രി പോയിട്ട് പിറ്റേന്ന് വന്നിട്ട്, രാത്രി വന്നതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഡാഡി മമ്മി ഇതുപോലെ വളരെ നല്ല ഒരു സന്തോഷ വർത്തമാനമുണ്ട്. ഒരു ചെറുപ്പക്കാരനോട് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം പറഞ്ഞ ശേഷം ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇന്ന് രാത്രിയിൽ നിങ്ങളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നാളെ ഈ ലോകത്തുണ്ടാകത്തില്ലായിരുന്നു. നോക്കുക, ആക്ച്വലി നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്, സോ അവർ ചിൽഡ്രൻ നീഡ് ടു ഫോളോ അവർ ഫുഡ് സ്റ്റെപ്പ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നമ്മുടെ കാൽച്ചുവടുകളെ, നമ്മുടെ തലമുറകൾ, ഡിസിപ്ലിൻ, വി ഹാവ് ടു, നമ്മളെപ്പോഴും പറയണം, എന്തെല്ലാം ആരെങ്കിലും എനിക്ക് ദോഷം ചെയ്താലും ഒരിക്കലും അത് പറയരുത്. ഞാൻ പറയേണ്ടത്, ഈ ദൈവം എന്നെ നടത്തി, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് മാത്രമേ എൻ്റെ തലമുറയോട് പറയാവൂ. നമുക്കറിയാം, അവർ ചെയ്തു, ഇവർ ചെയ്തു, അന്ന പ്രശ്നം, ഇന്ന പ്രശ്നം, ഇതൊന്നും പറയണ്ട. അതൊന്നുമല്ല നമ്മുടെ വിഷയം. സുവിശേഷത്തിന് വേണ്ടി നിന്നു, കർത്താവിനെ നടത്തി, കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തു. ഡിസിപ്ലിൻ ഇൻ അവർ ലൈഫ്. അതുപോലെ തന്നെ ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ ഇമാജിനേഷൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നിൽക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞ മാനസിക രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഒന്നാണത്, ഹാലുസിനേഷൻ, ഇല്ലാത്ത വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് ഒരു പൗലോസ് പറയുന്നത്, കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയാണ് ഞങ്ങളുടെ ഉള്ളത്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വീക്കാണ്, ജഡപ്രകാരം സഞ്ചരിക്കുന്നവരല്ല, എന്നാൽ ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് കോട്ടകൾ. എന്താണ് ഈ കോട്ട? നമ്മൾ തന്നെ പണിയുന്നതാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇല്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞ്, നമ്മൾ ഓരോ കട്ടയും പണിത് ഉയർത്തുമ്പോൾ നമുക്ക് ചുറ്റും ഒരു കോട്ട ഉയർത്തുകയാണ്. ആ കോട്ട ഉയർത്തിയ ശേഷം അതിനകത്തിരുന്നു കൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുകയാണ്. ഇല്ലാത്ത എനിമിക്ക്, ഇല്ലാത്ത എന്ത് ചെയ്യാണ്, എനിമിക്കെതിരെ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഉയർച്ചകളെയും ഞാൻ ഇടിച്ചു കളയും. അതാണ് ഇമാജിനേഷൻ. സമയങ്ങൾ അവസാനിക്കുകയാണ്, 2 മിനിറ്റോട് മാത്രമേ ഉള്ളല്ലോ. അതുപോലെ ലോകത്തെക്കുറിച്ചുള്ളതായ സ്നേഹം, അതുപോലെ തന്നെ പെർവേഴ്സായിട്ടുള്ള മോട്ടീവ്സ് നമുക്കറിയാം. പിന്നെ യഹസിയുടെ ജീവിതത്തിൽ അവൻ്റെ ഇരട്ടി പങ്ക്, തൻ്റെ ഗുരുവായിരിക്കുന്ന ഏലിശ ഇരട്ടി പങ്കിന് വേണ്ടി ഓടിയൊരു മനുഷ്യനാണ്. ആത്മാവിന് ഇരട്ടി പങ്കിന് വേണ്ടി ഓടിയ മനുഷ്യനാണ്. എന്നാൽ എനിക്ക് അതിനേക്കാൾ വലിയ കൃപ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ആത്മാവിൻ്റെ ശക്തി വേണമെന്ന് ഓടുന്നതിന് പകരം ലോകത്തിന് വേണ്ടി ഓടുന്നതായ ഒരുവനെ കാഴ്ച കാണുകയാണ്. അത് നോക്കണം, അവസാനം അൺവില്ലിങ്നെസ്, നമ്മുടെ തെറ്റുകളെ സമ്മതിക്കാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, പരാജയങ്ങൾ, ഇവയെല്ലാം എന്താണ്, നമ്മുടെ ഹൃദയത്തെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷേ എന്നാൽ ഇതെല്ലാം നമ്മൾ രാത്രികാലം ഇതെല്ലാം ഓർത്തില്ലെങ്കിലും കർത്താവോട് പറയണം, കർത്താവേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ 51-ാം സങ്കീർത്തനം 10-ാം വാക്യം, നിർമ്മലമായോ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായോ ഒരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. കർത്താവെ, എനിക്ക് അങ്ങയുടെ ടീമിൻ്റെ ഭാഗമായി നിൽക്കണം. സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവരായ ഈ ദൈവത്തിൻ്റെ ടീമിൻ്റെ ഭാഗമായി എനിക്ക് നിൽക്കണം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ചിന്താഗതികൾ മാറിയ ഒരൊറ്റ സംഭവം ഞാൻ പറയാം. ഞാൻ പറഞ്ഞതിന് കാരണം ഇതാണ്, ജീവിതത്തിലേക്ക് പലതിനെക്കുറിച്ച് പല മോഹങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉണ്ടായി. എന്നാൽ ആദ്യത്തെ ഹബിൾ ടെലിസ്കോപ്പിനകത്ത് അയച്ചതായിരിക്കുന്ന ഒരു പിക്ചറുണ്ട്, അനേക കോടാനുകോടി നക്ഷത്രജാലങ്ങളുടെ ഒരു സ്റ്റോറി. അതിനെ അയച്ചതിന് ശേഷമായിട്ട് അതൊരു പവർ പോയിൻ്റ് ആയിരുന്നു. അത് കണ്ടിട്ടാണ്, അന്നാണ് മനസ്സിലാക്കിയത്, ഓ, ഈ കൊച്ചു ഭൂമി, ഈ പ്രപഞ്ചത്തിനകത്ത് എന്തോ ഉണ്ട്, ഒന്നുമില്ല. എന്നാൽ സകലത്തെയും നിർമ്മിച്ചവനായ ദൈവം എന്നെ വിളിക്കുമ്പോൾ, ഏ 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഭൂമിയുടെ ഉദയം മുതൽ അസ്തമയം വരെയും, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയും ഭൂമിയെ വിളിക്കുന്നു. അവൻ വിളിക്കുകയാണ്, യാഗം കഴിച്ച് നിയമം ചെയ്തതായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുകയും. നിയമം ചെയ്ത വിശുദ്ധന്മാർ. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവമക്കളെ, നമുക്ക് അവനുമായി ഒരു നിയമം ചെയ്ത് ആ പുതിയ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണ പ്രവൃത്തി ചെയ്യപ്പെടേണ്ടതിന് കർത്താവുമായി ചേർന്ന് വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ജീവിതത്തിൻ്റെ കന്മഷങ്ങളെ മാറ്റി, പാപത്തെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ അകറ്റിക്കളയുന്ന അനുഭവങ്ങളെ മാറ്റി അവൻ്റെ ടീമിൻ്റെ അംഗങ്ങളായി തുടരാം. ഷോപ്പിംഗ്
അത് കർത്താവ് നമുക്ക് വേണ്ടി ഷോപ്പ് ചെയ്തോളൂ. നമുക്ക് വേണ്ടി കർത്താവ് ഷോപ്പ് ചെയ്തത് അത് നമുക്കൊരിക്കലും പറയാനോ ചിന്തിക്കാനോ കഴിയാത്തതിൻ്റെ അത്ഭുതമായിട്ടാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമായ അമേരിക്കയിലെ ഒരു മനോഹരമായിരിക്കുന്ന ഭവനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ആക്ച്വലി ലോകത്തിൻ്റെതായിരിക്കുന്ന ഏറ്റവും അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോയാൽ ഇതൊന്നും കിട്ടത്തില്ല. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി ഷോപ്പ് ചെയ്യട്ടെ. പക്ഷെ കർത്താവ് പറയുന്നത്, നീ എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുക, ഞാനൊരു ഹൃദയം തരാം, ഒരു ആത്മാവിനെ തരാം, എന്നിട്ട് എനിക്ക് ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ ജനവും, ഞാൻ നിൻ്റെ ദൈവവുമായി. എത്ര പേർക്ക് ദൈവസ്ഥലം നമുക്ക് സമർപ്പിക്കാൻ വേണം കഴിയും? നമ്മുടെ കണ്ണുകളടയ്ക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഇസ്രായേൽ മക്കളെ പോലെ ഹൃദയത്തിന് കാഠിന്യമുള്ളവരായി അകന്നു പോയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കഠിനപ്പെട്ടു പോയ ഹൃദയങ്ങളെ മാറ്റി, കർത്താവെ, ഞങ്ങളുടെ കല്ലായുള്ള ഹൃദയങ്ങളെ മാറ്റി, ദൈവമേ, ഒരു മാംസളമായ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ആ പുതിയ വേറൊരു ഹൃദയം, സ്തോത്രം, ആ പഴയ ഹൃദയത്തെ അറ്റകുറ്റപ്പടിയല്ല, വേറൊരു ഹൃദയം, പുതിയൊരാത്മാവ് ദൈവമേ നൽകുവാനുള്ള ആ പ്രോമിസ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനിടയാക്കണമേ. വചനം ശ്രദ്ധിച്ച ഓരോ മക്കളെയും ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് നയിക്കണമേ. കർത്താവ് ഡ്യൂ ഓഫ് ഹെർമോൺ എന്ന ഈ മിനിസ്ട്രിയെ കർത്താവ് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ എബ്രഹാം പാസ്റ്റർ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. യേശു നാമത്തിൽ തന്നെ ആമേൻ.